വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹാബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ 5th സ്റ്റാൻഡേർഡിൻ്റെ ദ ഡോട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ. ദ ഡോട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇവിടെ ഒരു ചിത്രകഥയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ സെക്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ള ഒരു ചെറിയ ചിത്രകഥയാണ്. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രകഥയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ 9th പാസേജ് വരെയാണ് പഠിച്ചു വെച്ചത്. ഇനി നമ്മൾ 8th പാസേജാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ല 10th പാസേജാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് വാഷതി കുറേ ഡോട്ടുകൾ ഒരു പേപ്പറിൽ പെയിൻറ്റ് ചെയ്തു എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അതിൻ്റെ തുടർച്ചയായിട്ട് അവൾ ചിന്തിക്കുകയാണ്, ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ്, എനിക്ക് ചെറിയ ഡോട്ട്സുകൾ, ചെറിയ പൊട്ടുകൾ, ചെറിയ കുത്തുകൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ്, എനിക്ക് വലിയ ഡോട്ടുകളും ഉണ്ടാക്കാൻ കഴിയും എന്ന്. ഓക്കെ, അപ്പോൾ വാഷതി സ്പ്ലാഷ്ഡ് ഹെർ കളേഴ്സ് വിത്ത് എ ബിഗർ ബ്രഷ് ഓൺ എ ബിഗർ പേപ്പർ ടു മേക്ക് ബിഗർ ഡോട്ട്സ്. വലിയ കുത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവൾ വലിയൊരു പേപ്പർ എടുത്തു. വലിയ പേപ്പർ എടുത്തിട്ട് വലിയൊരു ബ്രഷിൽ കുറച്ച് കളർ മുക്കിയിട്ട് കളർ ഇങ്ങനെ മുക്കിയെടുത്തു. എന്താണ് വാഷതി ഈവൻ മേക്ക് എ ഡോട്ട് ബൈ ഡോട്ട് പെയിൻറ്റിങ് എ ഡോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷതി ഡോട്ടുകൾ വരയ്ക്കാതെ തന്നെ ഡോട്ടുകൾ പോലെയുള്ള പല ചിത്രങ്ങളും വരയ്ക്കാൻ തുടങ്ങി എന്നതാണ്. ഇനി നെക്സ്റ്റ് 11th നിങ്ങൾക്ക് കാണാൻ കഴിയും കുറേ പേരിങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ വാളിൽ ഒരു ഭിത്തിയിലായിട്ട് കുറച്ച് പിക്ചേഴ്സ് ഇവിടെ കാണുന്നുണ്ട്. കുറച്ച് ക്യാൻവാസിൽ കുറച്ച് പിക്ചേഴ്സ് വരച്ച് വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ at the school art show a few weeks later, Vashti's dot made quite a splash. സ്പ്ലാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറലാവുക. നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ചില പാട്ടുകളൊക്കെ 2 ദിവസത്തിനുള്ളിൽ വൈറലാവും. അതേപോലെ വാഷതിയുടെ ചിത്രവും അവിടെ ഭയങ്കരമായിട്ടൊരു ചർച്ചയായി, ഭയങ്കരമായിട്ട് പ്രശസ്തമായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ആർട്ട് ഫെസ്റ്റ് വന്നു. ആർട്ട് ഫെസ്റ്റിൽ വാഷതിയുടെ ഡോട്ടുകളും എന്ത് ചെയ്തു, ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. അതും വൈറലായി. വൈറൽ മീൻസ് എന്താണ്, പ്രശസ്തമായി. ആളുകൾ ഇങ്ങനെ കാണാൻ പോയപ്പോൾ വാവ് എന്ന് പറഞ്ഞ് നിന്ന് പോയി. നെക്സ്റ്റ് 12th ഇവിടെ ഇങ്ങനെ ഒരു ബോയുടെ പിക്ചർ കാണുന്നുണ്ട് അല്ലേ. എന്നിട്ട് പറയാണ് വാഷതി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിങ് അപ്പ് അറ്റ് ഹെർ. ഗേസിങ് മീൻസ് ഇങ്ങനെ നോക്കി നിൽക്കുക, അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ട് വാഷതി നോട്ടീസ് ചെയ്തു. വാഷതി എന്ത് ചെയ്തു, ഒരു ചെറിയ കുട്ടി, ഒരു ചെറിയ ആൺകുട്ടി അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ട് നോട്ടീസ് ചെയ്തു, കണ്ടുപിടിച്ചു. അപ്പോൾ യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ആ ഒരു കുട്ടി ഇങ്ങനെ വന്ന് പറയാണ്, യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, ശരിക്കും നീ ഒരു എന്താണ് കലാകാരിയാണെന്ന് പറയാണ്. ആർട്ടിസ്റ്റ് മീൻസ് കലാകാരി. ഐ വിഷ് ഐ കുഡ് ഡ്രോ. എനിക്കും വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഹി സെഡ്, അതാണ് എനിക്കും നിന്നെ പോലെ വരയ്ക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എന്ന് അവൻ പറഞ്ഞു. ഐ ബെറ്റ് യു ക്യാൻ. അപ്പോൾ വാഷതി പറയാണ്, ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നത് നിനക്ക് കഴിയും. അപ്പം എന്താണ് അവൻ പറയും, മീ നോട്ട് ഐ. എന്താ ഞാനോ? എനിക്കും കഴിയില്ല, എന്തായിരുന്നാലും എനിക്കറിയാം. ഐ കാൻറ്റ് ഈവൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ റൂളർ. എന്താണ്, എനിക്ക് ഒരു റൂളർ വെച്ചിട്ട് ഒരു സ്കെയിൽ കൊണ്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ പോലും വരയ്ക്കാൻ കഴിയില്ല എന്ന് പറയാണ്. ഓക്കെ, എന്നിട്ട് 13th ഇവിടെ തന്നിട്ടുണ്ട്. വാഷതി സ്മൈൽഡ്. വാഷതി ചിരിച്ചു. ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. എന്താണ് ഒരു വാഷതി ഒരു ബ്ലാങ്ക് പേപ്പർ, അതായത് ഒരു ഒന്നുമില്ലാത്തൊരു പേപ്പർ ആ ഒരു ബോയുടെ കയ്യിൽ കൊടുത്തു. ഷോ മീ. The boy's pencil shook as he drew the line. എന്താണ്, എന്നിട്ട് കാണിക്കുക. ഒരു ലൈൻ വരയ്ക്കാനാണ് വാഷതി പറഞ്ഞത്. അപ്പോൾ ബോയുടെ പെൻസിൽ ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്നിട്ട് അവൻ്റെ കൈകൾ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെൻസിൽ വെച്ച് വരയ്ക്കുമല്ലോ. അപ്പോൾ തന്നെ ഇങ്ങനെ വരച്ച് നമ്മളിങ്ങനെ ചില സംഭവങ്ങൾ പരീക്ഷയൊക്കെ എഴുതാൻ നിൽക്കുമ്പോൾ ചിലവർക്ക് പേടി വരും. പേടി വരുമ്പോഴത്തേനും ഇങ്ങനെ കൈ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കും. 14th അത് അതേപോലെ വരച്ചു കൂട്ടാം. വാഷതി സ്റ്റേർഡ് അറ്റ് ദ ബോയ്സ് സ്ക്യൂഗിൾ. സ്ക്യൂഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്ക്യൂഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളഞ്ഞ വര എന്നതാണ് മീനിങ്. ഓക്കെ, അപ്പോൾ സ്ക്യൂഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു വളഞ്ഞ വര എന്നതാണ് സ്ക്യൂഗിളിൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ വാഷതി ഇങ്ങനെ നോക്കിയപ്പോൾ എന്ത് ചെയ്തു, വാഷതി
അവൻ്റേതാ ഇതിനെയാണ് സ്കിലുകൾ എന്ന് പറയുന്നത്. കണ്ടോ കണ്ടോ, ഇതേപോലുള്ള ഒരു വളഞ്ഞ വര. നമ്മൾ സാധാരണ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വരയല്ലേ വരയ്ക്കാറ്, പക്ഷേ ആ ഒരു കുട്ടിയുടെ കൈ വരച്ചുകൊണ്ട് അതൊരു വളഞ്ഞ വരയായി മാറി. വാശതി ആ ഒരു കുട്ടിയുടെ വളഞ്ഞ വര ഇങ്ങനെ ഇങ്ങനെ നോക്കി നിന്നു. സ്റ്റേഡ് മീൻസ് നോക്കി നിൽക്കുക. ആൻഡ് ദെൻ ഷീ സെഡ് സൈൻ ഇറ്റ്. എന്ത് ചെയ്തു? എന്നിട്ട് അവൾ പറഞ്ഞു, ഇത് സൈൻ ചെയ്യുന്നേ, ഇത് ഒപ്പിടുന്നേ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് വാശതി പിന്നെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ചെറിയൊരു കഥയാണ്. 14 പിക്ചേഴ്സ് ഉള്ള ഒരു കുട്ടി കഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പാരഗ്രാഫായിട്ട് എഴുതി കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ കഥയാണ്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് എഴുത്തുകാരനെ പറ്റിയിട്ട് പഠിക്കാം. ഓഥർ ആരാണ്? പീറ്റർ ഹാമിൽട്ടൺ റെയ്നോൾഡ്സ് എന്ന് പറയുന്നതാണ് ഒരു ഓഥർ എന്ന് പറയുന്നത്. ഇയാളെന്ന് പറയുന്നത് കനേഡിയൻ ഓഥർ ആൻഡ് ഇല്ലുസ്ട്രേറ്റർ ഓഫ് ചിൽഡ്രൻസ് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കഥാപുസ്തകം എഴുതുന്ന ഒരു കനേഡിയൻ റൈറ്ററാണ് ഇദ്ദേഹം. കനേഡിയൻ റൈറ്ററും അതേപോലെ ഒരു ഇല്ലുസ്ട്രേറ്ററുമാണ് ഇദ്ദേഹം. എന്നിട്ട് പറയണം, ഹി ഈസ് എ ഫൗണ്ടർ ഓഫ് ദ എഡ്യൂക്കേഷണൽ മീഡിയ കമ്പനി. അദ്ദേഹമാണ് എഡ്യൂക്കേഷണൽ മീഡിയ കമ്പനി ഫാബിൾ വിഷൻ എന്ന് ഉണ്ടായിരുന്നു. ഇവിടെ ഫുൾ സ്റ്റോപ്പ് അറിയാണ്ട് വന്നുപോയി, സോറി. അപ്പോൾ എന്താണ് ഫാബിൾ വിഷൻ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ മീഡിയ കമ്പനിയുടെ ഫൗണ്ടറാണ്. ഓക്കെ, അതായത് ഫാദർ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, സ്ഥാപകൻ എന്ന് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, Reynolds is best known for his children's books about authentic learning, creativity and self-expression. അതേപോലെ ക്രിയേറ്റിവിറ്റി, അതേപോലെ ഒതന്റിക് ലേണിംഗ് എന്നുള്ളതിനൊക്കെ അദ്ദേഹമാണ് ഏറ്റവും. ഇതേപോലെ ഒതന്റിക് ലേണിങ്ങും സെൽഫ് എക്സ്പ്രഷൻസിനും ഒക്കെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ചെറിയ ബുക്കുകൾ, ചിൽഡ്രൻസ് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെയാണ് കൂടുതൽ പ്രശസ്തം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബോർഡിൽ ആൻസേഴ്സും ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ വാസ് വാശുദി സാഡ്? എന്തുകൊണ്ടാണ് വാശുദി വിഷമിച്ചിരുന്നത്? എന്തുകൊണ്ടാണ്? വാശുദി വാസ് സാഡ് ബിക്കോസ് ഷീ വാസ് നോട്ട് ഏബിൾ ടു ഡ്രോ പിക്ചേഴ്സ്. വാശുദി അവർക്ക് പിക്ചറുകൾ വരയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വിഷമിച്ചിരുന്നത്, അല്ലയോ? നെക്സ്റ്റ്, രണ്ടാമത്തത്, വാട്ട് ഡിഡ് ദ ടീച്ചർ ആസ്ക് വാശുദി ടു ഡു ആഫ്റ്റർ ഷീ ഹാഡ് ഡ്രോൺ ദ പിക്ചർ ഓഫ് എ ഡോട്ട്? എന്താണ് വാശുദിയുടെ ടീച്ചർ അവളൊരു ഡോട്ട് വരച്ചില്ലേ, ആ ഡോട്ട് വരച്ചതിന് ശേഷം പറഞ്ഞത്? സൈൻ ദ പേപ്പർ, അല്ലേ, ഒപ്പിടാനാണ് പറഞ്ഞത്. നെക്സ്റ്റ്, why did വാശുദി think she could make an even better dot? എന്തുകൊണ്ടാവാം വാശുദി അവൾക്ക് ഇത് നല്ലൊരു ഡോട്ട് ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചത്? സോറി, 4ാമത്തെ ക്വസ്റ്റ്യനാണ് ഇപ്പം ഞാൻ വായിച്ചത്. നേരത്തെ നമുക്ക് 4ാമത്തേൻ്റെ ആൻസർ നോക്കിയിട്ട് 3ാമത്തേലോട്ട് പോകാം. ഓക്കെ, she saw the picture was framed by the teacher. Seeing that she thought she could make an even better dot. അതായത് അവൾ കണ്ടു ഒരു പിക്ചർ ടീച്ചർ വാളിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടു. അപ്പം ഒരു പിക്ചറല്ല, അവൾ വരച്ച ഒരു പിക്ചർ വാളിൽ ഫ്രെയിം ചെയ്തിരിക്കുന്ന കണ്ടു. അപ്പോൾ അവൾക്ക് തോന്നി നല്ലൊരു പിക്ചർ, നല്ലൊരു ഡോട്ട് ഇതിനൊന്നും വരയ്ക്കാം എന്ന് അവൾക്ക് മനസ്സിലായി. ഓക്കെ, ഇതാണ് റീസൺ. ഇനി നമുക്ക് 3ാമത്തേലോട്ട് പോവാം. ഓക്കെ, 3ാമത്തേതെന്ന് പറയുന്നത് വാട്ട് ഡിഡ് വാശുദീസ് ടീച്ചർ ഡു വിത്ത് ഹർ പിക്ചർ? അവളുടെ ഒരു പിക്ചർ കൊണ്ട് വാശുദിയുടെ ടീച്ചർ എന്താണ് ചെയ്തത്? ദ ടീച്ചർ ഫ്രെയിംഡ് ഹർ പിക്ചർ ഇൻ ദ ക്ലാസ് റൂമിൽ ഫ്രെയിം ചെയ്ത് വെച്ചു. വാശുദി ഇനി 5, വാശുദി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ. വൈ? എന്തുകൊണ്ടാണ് വാശുദി ആ ഒരു ബോയോട് സൈൻ ചെയ്യാൻ പറഞ്ഞത്, പിക്ചർ സൈൻ ചെയ്യാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ്? ടു മോട്ടിവേറ്റ് ഹിം ഫോർ ഡ്രോയിങ് ആൻഡ് ടു ഫ്രെയിം ഹിസ് പിക്ചർ. ആ ഒരു ക്ലാസ് റൂമിൽ എവിടെയെങ്കിലും ഒക്കെ ആ ഒരു വാശുദി അത് ഫ്രെയിം ചെയ്ത് വെക്കുകയും മാത്രമല്ല അത് കാണുമ്പോൾ ആ ഒരു കുട്ടിക്ക് മോട്ടിവേഷൻ വരികയും ചെയ്യും. ഓക്കെ, അത് ഇതിൽ എഴുതിയിട്ടില്ല, ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലായിരുന്നു. ഓക്കെ, ദെൻ വാട്ട് വിൽ ദ ബോയ് ഡു നെക്സ്റ്റ്? എന്തായിരിക്കും ആ ബോയ് അടുത്തതായി ചെയ്യാൻ പോകുന്നത്? എന്താണ്? ദ ബോയ് വാസ് ട്രൈങ് ടു മേക്ക് ദ ലൈൻ മോർ പെർഫെക്റ്റ്. ആ ഒരു ബോയ് എന്ത് ചെയ്യും? ആ ഒരു ലൈൻ കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും, പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടമാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ, ബൈ.